കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യും നമ്മുടെ റെയിൽവേ യാത്രയും അതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളുമാണ്. നമുക്കറിയാം, ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായ ഒരു ഗതാഗത സംവിധാനമാണ് ഇന്ത്യൻ റെയിൽവേ. നമ്മുടെ സാധാരണക്കാരായ മനുഷ്യർക്ക് എപ്പോഴും ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ് ട്രെയിൻ യാത്രയും റെയിൽവേയുടെ അനുബന്ധ സംവിധാനങ്ങളും. എപ്പോഴും ഏറ്റവും സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന യാത്രാ സംവിധാനം റെയിൽവേ തന്നെയാണ്. പക്ഷേ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തീരുന്നില്ല. യാത്രക്കാരുടെ പരാതികൾക്ക് പരിഹാരമാകുന്നതേയില്ല. പുതിയ ട്രെയിനുകൾ വരുന്ന കൂടുതൽ സൂപ്പർ ലെവലിലുള്ള ഇപ്പോൾ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകളൊക്കെ വന്നതോടുകൂടി സാധാരണ ട്രെയിനുകൾ മണിക്കൂറുകൾ വൈകുന്ന സ്ഥിതി. എപ്പോഴും പരാതികളാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ഇപ്പോഴും ട്രെയിനിൽ കിട്ടുന്ന ഭക്ഷണങ്ങളിലേക്ക് നിലവാരം വേണ്ടത്ര ഉയരുന്നില്ല, ശുചിത്വവും വേണ്ടത്ര ഉണ്ടാകുന്നില്ല. ഒത്തിരി പരാതികളാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട് നിരന്തരം നാം കാണുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ ലോകത്തിന് തന്നെ മാതൃകയാണ്. ആ റെയിൽവേയുടെ ഇന്നത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് നേർരേഖ ഈ എപ്പിസോഡിൽ നടത്തുന്നത്. വർഷങ്ങളായി യാത്രക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ റഷീദ് കവായി ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിട്ടയർഡ് ഡെപ്യൂട്ടി സ്റ്റേഷൻ മാനേജർ കൊമേഴ്സ്യൽ എം കൃഷ്ണൻ എന്ന് പറഞ്ഞ ഈ സ്റ്റേഷൻ മാനേജർ എന്നതിനേക്കാൾ അദ്ദേഹം ഏറ്റവും ജനപ്രിയനായ TT ആയിരുന്നു. ഒത്തിരി മാധ്യമ വാർത്തകളിൽ ജനങ്ങളുമായി ഇഴയടുപ്പമുള്ള ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു. രണ്ടുപേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. റഷീദ് കവായി, പ്രശ്നങ്ങൾ തീരുന്നില്ല ഈ റെയിൽ, പ്രത്യേകിച്ച് മലബാറിൽ ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. താങ്കൾ ഈ യാത്രക്കാരുടെ പക്ഷത്ത് വർഷങ്ങളായി നിലകൊള്ളുന്ന ഒരാളാണ്. അഡ്വക്കേറ്റ് റഷീദ് കവായി, എങ്ങനെയാണ് നമ്മുടെ റെയിൽവേയിലെ നിലവിലുള്ള വിഷയങ്ങളെ നോക്കിക്കാണുന്നത്? നിലവിൽ അതിരൂക്ഷമാണ് നമ്മുടെ ഈ കോഴിക്കോടിൻ്റെയും മംഗലാപുരത്തിൻ്റെയും ഇടയിലുള്ള യാത്രാ സംവിധാനം. കാരണം മുമ്പത്തേക്കാൾ രൂക്ഷമായിരിക്കുന്നു. പല സ്ഥലങ്ങളിലും TTമാരും അതുപോലെ തന്നെ യാത്രക്കാരും നിരന്തര സംഘർഷത്തിലാണ്. ട്രെയിനകത്ത് പലപ്പോഴും തമ്മിൽ വാഗ്വാദവും അതുപോലെ തന്നെ കയ്യാങ്കളിയൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഈ വടക്കേ മലബാർ, പ്രത്യേകിച്ച് കോഴിക്കോട് ടു മംഗലാപുരത്തിനിടയിൽ, അതാണ് ഏറ്റവും സ്പെസിഫിക്കായിട്ട് നാം ചർച്ച ചെയ്യേണ്ടത്. ഈ സ്റ്റേഷനിടയിൽ ഒന്ന് പരിമിതമായ ട്രെയിൻ സൗകര്യമാണ്. അതായത് ട്രെയിൻ നമുക്കറിയാം 7:15 ശേഷം കണ്ണൂരിൽ നിന്നൊരാൾക്ക് മംഗലാപുരം പോകണമെങ്കിൽ ഒരു ട്രെയിനില്ല. ഇപ്പോൾ അത് മൺസൂൺ വന്നപ്പോൾ 6:30 അതായത് 6:30 മണിക്ക് ശേഷം. നമുക്കറിയാം, മംഗലാപുരം എന്ന് പറയുന്നത് നമ്മുടെ ഈ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. അതോടൊപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള കാസർഗോഡാവട്ടെ, കാഞ്ഞങ്ങാടാവട്ടെ, പയ്യന്നൂരാവട്ടെ, ഒരാൾ ട്രെയിനിൽ പോകണമെങ്കിൽ ട്രെയിനില്ല. പക്ഷെ ട്രെയിനുണ്ട്. ഏതാണ്? കൊങ്കൺ വഴി പോകുന്ന ട്രെയിനുണ്ട്. അത് മംഗലാപുരം സെൻട്രലിലാണ്, മംഗലാപുരം ജംഗ്ഷനിലാണ് അതിൻ്റെ സ്റ്റോപ്പ്. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ മതിയായ ട്രെയിനുകളില്ലാത്തത് കൊണ്ട്. എന്നാലോ റെയിൽവേ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ട്രെയിനകത്ത് പരിമിതമായ ആളുകൾക്ക് വെച്ച് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വിഷയമൊന്നുമില്ല. ഇത് അൺലിമിറ്റഡ് ആയിട്ട് ടിക്കറ്റ് ഒരു ഭാഗത്ത് ഇഷ്യൂ ചെയ്യുകയും അനുസരിച്ചിട്ടുള്ള വണ്ടി ഇടാതിരിക്കുകയും ചെയ്യുമ്പോൾ ടിക്കറ്റ് കിട്ടിയ ഒരാൾക്ക് സ്വാഭാവികമായും ട്രെയിനകത്ത് യാത്ര ചെയ്യാൻ അവകാശമായല്ലോ. അത് ജനറൽ കമ്പാർട്ട്മെന്റ് ഏറ്റവും ചുരുങ്ങിയിട്ടാണ് നമ്മുടെ ഈ ഭാഗത്തുള്ളത്. പല സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളിലും എക്സ്പ്രസ് ട്രെയിനുകളിലും റിസർവ്ഡ് കോച്ചുകൾ കുറച്ചിരിക്കുന്നു. കോവിഡിന് മുമ്പേ ഉണ്ടായിരുന്ന പുനഃസ്ഥാപിച്ചിട്ടില്ല. സ്വാഭാവികമായും ഇവിടെ തിരക്ക് കൂടും, ജനറൽ കമ്പാർട്ട്മെന്റിൽ തിരക്ക് കൂടും. മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേന്റെ വർക്ക് നടക്കുകയാണ്. പല ആളുകളും നാഷണൽ ഹൈവേയിലൂടെ ബസ്സിന് യാത്ര ചെയ്യാൻ തയ്യാറാണ്. അതാണ് ഒരു പുതിയൊരു പ്രതിസന്ധി. അപ്പോൾ ഒട്ടുമിക്ക ആളുകളും മണിക്കൂറുകളാണ് ലാഭം. പ്രത്യേകിച്ച് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ മണിക്കൂറുകളാണ് അവർക്ക് ലാഭിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആളുകൾ ട്രെയിനിനെ ആശ്രയിക്കുകയാണ്. അപ്പം ഈ ഒരു പ്രതിസന്ധിക്കകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് ഇടിച്ചു കയറി ജനറൽ കമ്പാർട്ട്മെന്റ് ഫുള്ളാകുമ്പോൾ ഈ ടിക്കറ്റ് കിട്ടിയ ആളുകൾ സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ സ്ലീപ്പർ കോച്ചിനകത്ത് കയറും. ഈ സ്ലീപ്പർ കോച്ചിനകത്ത് കയറുമ്പോൾ TTമാർ സ്വാഭാവികമായും അവരുടെ ഡ്യൂട്ടിയാണ് സ്ലീപ്പർ ടിക്കറ്റ് ഇല്ലാതെ ആളുകളെ പുറത്താക്കുക. പുറത്താക്കുമ്പോഴാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. ഈ സംഘർഷത്തിന് കാരണം റെയിൽവേ തന്നെയാണ്. റെയിൽവേ ഉണ്ടാക്കിയ നയത്തിന്റെയും റെയിൽവേ ഉണ്ടാക്കിയ ക്രമീകരണത്തിന്റെയും ഫലമായിട്ടാണ് ഇന്നിപ്പോ ഈ
സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. യെസ്. ശ്രീ എം കൃഷ്ണൻ, എത്ര വർഷം ഉണ്ടായിരുന്നു റെയിൽവേയിൽ? ഞാൻ ഏകദേശം ഒരു 33 വർഷത്തോളം. എന്തായിട്ടായിരുന്നു ആദ്യം സർവീസ്? ടിക്കറ്റ് കളക്ടറായിട്ട് പാലക്കാടായിരുന്നു ജോയിൻ ചെയ്തത്. ടിക്കറ്റ് കളക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ ടിക്കറ്റ് വാങ്ങുന്ന ഈ ട്രെയിൻ ഇറങ്ങി പോകുന്ന ആളുകളിൽ നിന്ന് ടിക്കറ്റ് വാങ്ങും. ഇപ്പൊ ആ സംവിധാനം ഉണ്ടോ? ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ടിക്കറ്റ് തിരിച്ചു വാങ്ങുന്നുണ്ടോ? ടിക്കറ്റ് അല്ല, ഇപ്പം ഓൺലൈനിലെല്ലാം ടിക്കറ്റ് ആയതിനു ശേഷം വാങ്ങേണ്ട ആ ഒരു പ്രശ്നം വരുന്നില്ല. 84 ഞാൻ സർവീസിൽ ജോയിൻ ചെയ്തു. 1984 പാലക്കാട്. അതായത് TTയുടെ ഏറ്റവും സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നവരെ ടിക്കറ്റ് കളക്ടറായിരുന്നു. ടിക്കറ്റ് കളക്ടറായിട്ടാണ് തുടക്കം. അത് കഴിഞ്ഞ് അത് ശേഷം പിന്നെയാണ് TT ആയിട്ട് നമ്മൾ ട്രെയിനിൽ വരുമ്പോഴാണ് ട്രാവൽ ടിക്കറ്റ് എക്സാമിനർ ആ ഒരു ഇതിലേക്ക് മാറുന്നത്. അതിന് മുമ്പേ സ്റ്റേഷനിൽ വരുന്നതെല്ലാം കളക്ടർമാർ അല്ലെ ഇൻസ്പെക്ടർ, ആ ഒരു ഗ്രേഡ് പറയുകയാണെങ്കിൽ ആ രീതിയിലാണ് വരിക. ട്രാവലിംഗിൽ വരുമ്പോൾ അതിന്റെ ഡെസിഗ്നേഷൻ 40 വർഷം മുമ്പ് താങ്കൾ സർവീസിൽ കയറുമ്പോഴുള്ള റെയിൽവേയുടെ ഒരു അവസ്ഥ എന്തായിരുന്നു? അന്ന് ഇതിനേക്കാളും എത്രയോ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അന്ന് ഇത്രത്തോളം പാസഞ്ചർ ഇല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഉള്ള പാസഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് മൂവ് ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വളരെ ഫ്രണ്ട്ലി എന്നുവെച്ചാൽ നമുക്ക് എന്തെങ്കിലും പറ്റുമ്പം യാത്രക്കാരുണ്ടാവും എന്നിനും സഹായിക്കാൻ വേണ്ടി. ഇന്നിപ്പം ഋഷി സാർ പറഞ്ഞതുപോലെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് TTമാർ ഏറ്റവും ആദ്യം. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ്പ്രസ് ട്രെയിനിന് തൊട്ട് മുമ്പേ കഴിയുന്നതും ഒരു മെമു ട്രെയിനും അങ്ങനെ എന്തെങ്കിലും ഓടിക്കുവാണെങ്കിൽ, ഇപ്പോൾ ഒരു പാസഞ്ചർ ട്രെയിൻ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ ഒരു ട്രെയിൻ അതിന് തൊട്ട് മുമ്പേ ഓടിച്ചു കഴിഞ്ഞാൽ ഈ സീസൺ ടിക്കറ്റ് ഇങ്ങനെയുള്ള ഓൾഡേഴ്സിനൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഇവർ സ്ലീപ്പർ ക്ലാസ്സിൽ കയറുന്ന പ്രശ്നം അതിൽ നിന്ന് ഒഴിവാകും. രണ്ടാമത്തെ കാര്യം TTമാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോഴും ഈ പഴയ നമ്മുടെ ആ ബ്രിട്ടീഷ് ആ ഒരു സ്റ്റൈലിലാണ് ഓഫീസേഴ്സൊക്കെ ഇവരോടും പെരുമാറുന്നത്. ഇവരുടെ ഇത് വളരെ അഡമൻ്റാണ്. കാരണം TTമാർക്ക് എന്ന് പറഞ്ഞാൽ സ്ക്വാഡിൽ ഞാൻ വർക്ക് ചെയ്തത് ഒരുപാട് കാലം, 30 വർഷത്തോളം ഉണ്ടായതിൽ അധികവും 5 വർഷത്തോളം, ലാസ്റ്റ് 4-5 വർഷമാണ് ഞാൻ ഡെപ്യൂട്ടി സ്റ്റേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്തത്. അതിനു മുമ്പേ സ്ക്വാഡിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു ടാർഗറ്റ് തരും. ഇപ്പം അത് 3.5 ലക്ഷം രൂപയാണ് ടാർഗറ്റ് പിഴ ഈടാക്കാൻ വേണ്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ക്വാഡിലുള്ള TT പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് എടുക്കാത്ത ആൾക്കാർ വണ്ടിയിൽ കയറണമെന്നാണ്. ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. രണ്ടാമത് ഈ സ്ലീപ്പർ TT എന്ത് ചെയ്യും? ടിക്കറ്റ് എടുത്ത ആളും കൂടെ ഈ വണ്ടി കയറാൻ പാടില്ല എന്നുള്ള ചിന്താഗതി അവരുടെ മനസ്സിലുണ്ടാവുക സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ്. കാരണം അവരെ സംബന്ധിച്ച് ഈ സ്ലീപ്പറിൽ ഇത്ര ബർത്ത്, ഇപ്പം 72 ബർത്താണ് ഒരു കോച്ചിൽ അലോട്ട് ആണെങ്കിൽ അതിൽ കൂടുതൽ എക്സസ് ആയിട്ട് ആൾ വരുമ്പോൾ വിജിലൻസുകാരോ ആരെങ്കിലും വന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് പണിഷ്മെന്റ്. ഈ വെയിറ്റിംഗ് ലിസ്റ്റുകാർക്ക് ശരിക്കും അതിനകത്ത് കയറാൻ പാടില്ല. പക്ഷെ വെയിറ്റിംഗ് ലിസ്റ്റുകാർ കയറി നിൽക്കൂലോ. വെയിറ്റിംഗ് ലിസ്റ്റുകാർ സ്ലീപ്പർ ടിക്കറ്റ് ആയതുകൊണ്ട് ചിലവർ ജസ്റ്റ് ഒരു നിയമപരമായിട്ട് അവർ സ്ലീപ്പർ ടിക്കറ്റ് അൺറിസർവ്ഡ് കോച്ചിലാണ് വെയിറ്റിംഗ് ലിസ്റ്റ് കയറാൻ പാടുള്ളൂ. പൈസ കൊടുത്താലും അതിനകത്ത് കയറാൻ പാടില്ല. പൈസ തിരിച്ചു കിട്ടും. അതായത് കൺഫേം ആയില്ലെങ്കിൽ തിരിച്ചു കിട്ടാനുള്ള പ്രൊവിഷൻ ഉണ്ട്. യെസ്, തിരിച്ചു വരാം. ഈ റഷീദ്, ഈ വടക്കേ മലബാറിനോട് പ്രത്യേകിച്ച് റെയിൽവേയുടെ ഒരു സ്റ്റാൻഡ് എന്താണ്? എപ്പോഴും നമ്മുടെ നാട്ടിലേക്കുള്ള കാര്യത്തിലാണല്ലോ എപ്പോഴും ഇഷ്യൂസ് വരുന്നത്. ഇപ്പം ഷൊർണൂർ ടു ട്രിവാൻഡ്രം ഒക്കെ കുറേയും കൂടി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മറ്റ് സ്റ്റേറ്റുകളിൽ കിട്ടുന്ന ആ ഒരു പ്രയോറിറ്റി നമുക്ക് കിട്ടുന്നുണ്ടോ? തീർച്ചയായും കിട്ടുന്നില്ല. കാരണം ഇന്ത്യയിൽ തന്നെ, നമുക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും വേഗം ഇരട്ടപ്പാത പൂർത്തിയായ ഒരു സ്ഥലമാണ് ഷൊർണൂർ ടു മംഗലാപുരം. ഇരട്ട ലൈൻ, ഇലക്ട്രിക് ലൈൻ പൂർത്തിയായ സ്ഥലമാണ് ഷൊർണൂർ ടു മംഗലാപുരം. ഇപ്പോഴും തിരുവനന്തപുരത്ത് ഭാഗത്ത് ഡബിൾ ലൈൻ ആയിട്ടില്ല. പല സ്ഥലങ്ങളിലും ഇലക്ട്രിഫിക്കേഷൻ പൂർത്തിയായിട്ടില്ല. അങ്ങനെയുള്ള ട്രാക്ക് മാത്രമല്ല 110 കിലോമീറ്റർ നന്നായിട്ട് ട്രെയിൻ ഓടിക്കാൻ പറ്റുന്നതാണ് ഷൊർണൂർ ടു മാംഗ്ലൂർ. 110 കിലോമീറ്റർ ഓടിക്കാൻ നിലവിൽ ഞാൻ, കാരണം വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുമ്പോൾ ഷൊർണൂർ വരെ അവിടുന്നൊക്കെ അങ്ങോട്ട് ചതുപ്പാണ്. ഇപ്പം എറണാകുളത്തിലായാൽ ചതുപ്പാണ്, ഏറ്റവും സ്ലോ ആയിട്ട് പോകാൻ പറ്റും. പക്ഷെ ഇത്രയും സൗകര്യമുള്ളൊരു സ്ഥലത്ത് ട്രെയിൻ വളരെ കുറവാണ്. നിങ്ങൾ നോക്കൂ, കോഴിക്കോട് വരെ, എനിക്ക് തോന്നുന്നു കണ്ണൂർ വരെയും വലിയ പ്രശ്നങ്ങൾ ഉദ്ദേശിക്കുന്നത് വൈകുന്നേരം, എന്നാലും ഓവർ ക്രൗഡാണ്. ഇപ്പം വൈകുന്നേരങ്ങളിലൊക്കെ ഭയങ്കര ഓവർ ക്രൗഡാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 6:30 മണിക്ക് ശേഷം മംഗലാപുരത്തേക്ക് ട്രെയിനില്ല കണ്ണൂരിൽ നിന്ന്. അപ്പം ആ ഒരു പ്രശ്നം തന്നെ പരിമിതം, ഇവർ ഏറ്റവും കുറവ് ട്രെയിൻ ഇട്ടിരിക്കുന്ന ഇവിടെയാണ്. ഇപ്പം ഇവിടെ സൂചിപ്പിച്ചു, നമുക്കറിയാം എക്സ്പ്രസ് ട്രെയിനുകളിൽ ഓവർ ക്രൗഡ് വരുന്നത് എന്തുകൊണ്ടാണ്? അതിന് മുന്നേ ഈ പറഞ്ഞതുപോലെ ലോക്കൽ ട്രെയിനുകൾ ഇടണം, പാസഞ്ചർ ട്രെയിനുകൾ ഇടണം. പാസഞ്ചർ ട്രെയിനുകൾ ഇടുന്നില്ല. പാസഞ്ചർ ട്രെയിനുകൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ പറഞ്ഞ എക്സ്പ്രസ് ട്രെയിനുകളിൽ ആൾ കയറില്ല.
അപ്പോൾ തിരക്ക് കുറയും. ഇത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എത്രയോ വർഷങ്ങളായി. ഞാൻ തന്നെ കഴിഞ്ഞ യോഗങ്ങളിൽ പറഞ്ഞപ്പം അവർ പരിഗണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ പരശുരാമിൻ്റെ തൊട്ടടുത്ത് സമയത്തായിരിക്കണം ഈ പുതിയ ട്രെയിൻ ആരംഭിക്കുക. ഇപ്പോൾ 8:10 കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്നത്. അതിനകത്ത് അത് പൂർണ്ണമായും പരശുരാമിലെ തിരക്ക് കുറക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പരശുരാമിനകത്ത് ഏകദേശം ഇപ്പം അടുത്ത കാലത്ത് 20 പെൺകുട്ടികളാണ് അൺകോൺഷ്യസ് ആയിട്ട് കൊണ്ടിരിക്കുന്നത്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. തലവരി 20 പല സ്ഥലങ്ങളിലായി. പ്രത്യേകിച്ചും ഇത് സംഭവിക്കുന്നത് കോഴിക്കോടിന്റെയും മംഗലാപുരത്തിന്റെ ഇടയിൽ വെച്ചാണ്. റഷീദ് കവായി, കുറേ കാലമായി താങ്കളുടെ പേര് അഡ്വക്കേറ്റ് റഷീദ് കവായി ഈ പാസഞ്ചർ യാത്രക്കാരുടെ വിഷയങ്ങളിൽ നിരന്തരമായി ഇടപെടുന്ന ഒരാളായിട്ട് ഞങ്ങൾ കാണുന്നു. താങ്കൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. എങ്ങനെയാണ് ഈ മേഖലയിൽ ഇത്ര താങ്കളെ ആകർഷിച്ചതും ഈ മേഖലയിലേക്ക് താങ്കൾ അടുത്തതും? സാധാരണ രാഷ്ട്രീയക്കാരൊന്നും എത്തിപ്പെടാത്ത ഒരു മേഖലയാണിത്. എങ്ങനെ വന്നു? ഞാൻ 2003 എൻറോൾ ചെയ്തതിന് ശേഷം കണ്ണൂരിലാണ് പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ കണ്ണൂരിൽ പയ്യന്നൂർ, എൻ്റെ വീടിൻ്റെ അടുത്താണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ. കവായി എന്ന് പറഞ്ഞാൽ അവിടുന്ന് 1 കിലോമീറ്റർ കവായി പ്രകൃതി റെയിൽവേ സ്റ്റേഷൻ. അപ്പം വളരെ ചെറുപ്പത്തിലേ തന്നെ കണ്ണൂർ സിനിമ കാണാൻ ഇതിനൊക്കെ ട്രെയിനാണ് വരിക. ട്രെയിനുമായിട്ട് വളരെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു 8ാം ക്ലാസ് പഠിക്കുമ്പോഴെല്ലാം ആ രീതിയിൽ ഒരു ട്രെയിനോട് ഭയങ്കര ആത്മബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ സ്ഥിരയാത്രക്കാരനായി വക്കീൽ എന്ന നിലയിൽ ഈ പറഞ്ഞതുപോലെ അവിടെ നമ്മൾ പയ്യന്നൂരിൽ നിന്ന് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നിരന്തരം ഇതേപോലെ അന്നേരം സ്ക്വാഡുമായിട്ട് TT ആയിട്ട് സംഘർഷമാണ് ആളുകൾ. അപ്പോൾ ഒരു ദിവസം ഒരു TT ആയിട്ട് ഞങ്ങൾ ഭയങ്കര പ്രശ്നമായി. ആളുകളെല്ലാം എൻ്റെ കൂടെ വന്ന് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. കാരണം എനിക്ക് തോന്നുന്നു തിരക്ക് കൂടുതലായതുകൊണ്ട് സ്ലീപ്പറിൽ കയറി എഗ്മോറിനാണ് തോന്നുന്നു. അന്നേരം എഗ്മോർ മറ്റേത് ലിങ്ക് എക്സ്പ്രസ് ആണ് അന്നേരം. ഈ ലിങ്ക് ആ ഒരു ട്രെയിനാണ് രാവിലെ എല്ലാവരും കണ്ണൂരേക്ക് വരാൻ ആശ്രയിക്കുന്നത്. പിന്നെ ട്രെയിനില്ല. ഇപ്പോഴാണ് എറണാടക വന്നത്. ഈ ലിങ്ക് എക്സ്പ്രസ്സിന് എല്ലാവരും കയറും. അപ്പം ലിങ്ക് എക്സ്പ്രസ്സിന് ഏറ്റവും കൂടുതൽ തിരക്കാണ്. അങ്ങനെ പ്രതികരിച്ച് ഞങ്ങൾ എന്നെ ഇവർ ഇത് ചെയ്തു. ഞാൻ പുള്ളി പേര് ഡിസ്പ്ലേ ചെയ്യാതാണ് എന്നോട് വന്ന് ടിക്കറ്റ് വെച്ചു. അപ്പോൾ സ്വാഭാവികമായും ആസ് എ ലോയർ എന്ന നിലയിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം നിങ്ങളെ പേര് ഡിസ്പ്ലേ ചെയ്തിട്ട് വാ, എന്നിട്ട് ഞാൻ ടിക്കറ്റ് കാണിച്ചു തരാം. അങ്ങനെ വലിയ പ്രശ്നമായി. ഈ യാത്രക്കാരും ഇവിടെ 100 കണക്കിന് യാത്രക്കാർ വന്ന് അവിടുന്ന് എൻ്റെ കൂടെ സപ്പോർട്ട്. ആളുകൾക്ക് അങ്ങനെ ഒരു വെറുപ്പ് ഞങ്ങൾ വെറുപ്പായിട്ടില്ല. പക്ഷെ പുള്ളി ഇത്രയും തിരക്ക് നിൽക്കുമ്പോഴും വളരെ വാശി പിടിച്ചിട്ട് പുറത്തു പോയില്ലെങ്കിൽ ഞാൻ ചെയിൻ വലിക്കും എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാകുമ്പോൾ ഒരു ഇഷ്യൂ വന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ കണ്ണൂർ എത്തുമ്പോഴേ കാണുന്നതെന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം നിറയെ പോലീസാണ് എന്നെ പിടിക്കാൻ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. എന്നെ പോലീസ് കൂട്ടി കൊണ്ടുപോയി RPF ഓഫീസ് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചാർജ് ചെയ്താലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് സൗകര്യം തരണം, ഇല്ലെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാതിരിക്കണം. അന്ന് പിന്നെ നമ്മളെല്ലാവരും കൂടി രൂപപ്പെടുത്തി ഒരു സംഘടന ഉണ്ടാക്കി. അപ്പൊ എല്ലാവരും പറഞ്ഞു ഇനി നിങ്ങൾ വിടാൻ പാടില്ല, ഇനി നമ്മളെ പ്രതികരിക്കണം എന്ന് പറഞ്ഞു. കേരളത്തിൽ ഇങ്ങനെ വേറെ എവിടെയെങ്കിലും സംഘടനകളുണ്ടോ? കുറെ ഉണ്ട്. പക്ഷെ കണ്ണൂരിൽ ആദ്യമായിട്ടാണ്. അല്ല, കണ്ണൂർ ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം ഈ പറഞ്ഞതുപോലെ സ്റ്റേറ്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. ഞങ്ങൾ അന്ന് തന്നെയാണ് ലിങ്ക് എക്സ്പ്രസ് നിർത്തുന്നത്. ഓർമ്മയില്ല സർ? ലിങ്ക് എക്സ്പ്രസ് നിർത്താൻ തീരുമാനിച്ചു. അതിന് വലിയൊരു പ്രക്ഷോഭം നടന്നു. അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ വലിയ പ്രക്ഷോഭം നടത്തി. ആ ലിങ്ക് എക്സ്പ്രസിന് പകരം ഇപ്പോഴത്തെ എഗ്മോർ എന്ന് പറയുന്ന ഒരു ട്രെയിൻ, അന്ന് ഭയങ്കര സമരമായിരുന്നു. ഞങ്ങൾ വലിയ റെയിൽവേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഈ മലബാറിലെ ഒരു മൂവ്മെന്റ് ആയിരുന്നു അത്. ആ മൂവ്മെന്റിനകത്ത് ലിങ്കിന് പകരം എഗ്മോർ എന്ന പുതിയ ട്രെയിൻ പ്രഖ്യാപിച്ചു. ലിങ്ക് നിർത്തുകയാണ് ഒരു ട്രെയിൻ. നിങ്ങൾ ആലോചിക്കണം, ഏത് കാലം അനാവശ്യം ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു വണ്ടി നിർത്താനുള്ള തീരുമാനം എടുത്തപ്പോൾ അതിനെതിരെ ശക്തമായ സമരം നടത്തി. അതിൽ ഞങ്ങൾ വിജയിച്ചു. അതിനൊരുപാട് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. അതിൽ വിജയിച്ചു. അത് പിന്നീട് ഇന്നിപ്പോ എഗ്മോറായി, ഏറനാടായി, രാവിലെ വരാൻ സൗകര്യപ്രദമായ നിങ്ങളുടെ സമരത്തിന്റെ ഒരു വിജയം അതായിരുന്നു. അതോടൊരു സംഘടന കൂടുതൽ ശക്തമായി. പിന്നീട് ഈ പറഞ്ഞതുപോലെ ട്രെയിനകത്തുള്ള ഇഷ്യൂസിലൊക്കെ ഇടപെടാൻ സാധിച്ചു. പിന്നെ ഒരു പരിധി വരെ ഇപ്പോൾ സീസൺ ഹാരിക്ക് കുറെ എല്ലാം കംഫർട്ടായി മാറിയിട്ടുണ്ട്. അങ്ങനെ ടീറ്റുമാര് അങ്ങനെ. കൃഷ്ണൻ ഏറ്റവും കൂടുതൽ സേവനം ചെയ്തത് എവിടെയാണ്? ഏത് ജില്ലയിലാണ്? ഈ കണ്ണൂർ തന്നെയാണ്. കണ്ണൂർ തന്നെയാണ്. എങ്ങനെയാണ് ഈ TT-മാരുടെ റൊട്ടീൻ എങ്ങനെയാണ് ശരിക്കും? സാധാരണക്കാർക്ക് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യുന്നത്, അതായത് ഡിപ്പോ. ഇപ്പൊ കണ്ണൂർ ഒരു ഡിപ്പോ ഉണ്ട്, അവരാണ് അതിന്റെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഓൾ ഇൻ ഓൾ ഇതിൽ നോക്കുന്നത് പാലക്കാട് ഡിവിഷൻ എന്നാണ്. സീനിയർ ഡിവിഷണൽ കമേഴ്സ്യൽ മാനേജറുടെ കൺട്രോളിലാണ് എല്ലാ TT-യും. ഒരു TT-യുടെ ചുമതല എന്തൊക്കെയാണ്? ചുമതല എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് വേണ്ടത് യാത്രക്കാർക്കുള്ള മുഴുവൻ സപ്പോർട്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ പെട്ടെന്ന് ഒരു അസുഖം എന്തെങ്കിലും അവരെ മെഡിക്കൽ ഇത് കൊടുക്കുക,
ടിക്കറ്റ് പരിശോധിക്കുക, പ്രോപ്പറായിട്ട് അവരുടെ ബർത്ത് എൻഷുർ ചെയ്ത് കൊടുക്കുക, ഇതൊക്കെയാണ്. പക്ഷേ ഇതിൽ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻ മിക്കപ്പോഴും വരുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഡൽഹിയിൽ നിന്ന് ഒരു ട്രെയിൻ വരുന്നു, ട്രിവാൻഡ്രത്തേക്ക് വരുന്ന ട്രെയിനിൽ അവർ പെട്രോൾ ഫുൾ ലോഡ് ചെയ്തിട്ടാണ് വരിക. പക്ഷേ എൻ റൂട്ടിൽ ഇറങ്ങും, വീണ്ടും പെട്രോൾ സപ്ലൈയും, പിന്നെ കയറുന്നവർക്ക് ചിലപ്പോൾ പെട്രോൾ ഉണ്ടാവില്ല, കിട്ടൂല, പുതിയ പെട്രോൾ തീർന്നിട്ടുണ്ടാവും. ഈ ഫ്രസ്ട്രേഷൻ മുഴുവനും തീർക്കുന്നത് ആദ്യം ഒരു റെയിൽവേ എംപ്ലോയി എന്ന നിലയിൽ ആരെയാ കാണുക? ടി.ടിനെ കാണുക. ടി.ടി ആണ് ആദ്യം പിടിക്കപ്പെടുക. ഫസ്റ്റിൽ ഏത് യാത്രക്കാരും പിടിക്കപ്പെടുന്നത് ടി.ടിനെയാണ്. അതുകൊണ്ടാണ് ഇവരുമായിട്ടുള്ള സംഘർഷം ഉണ്ടാകുന്നത്. ഇപ്പം ഋഷി സാർ പറഞ്ഞ പോലെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മറ്റുള്ള ഉദ്യോഗസ്ഥരുണ്ട് ഇത് വർക്ക് ചെയ്യുന്നതും ഇതിനെ ഈ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ. പക്ഷേ ഫസ്റ്റ് ഫേസ് എന്ന നിലയിൽ നമ്മളാണ് വരിക മുമ്പിൽ, ടി. അപ്പോൾ ഒരു ബാത്റൂം ക്ലിയർ അല്ല, ടോയ്ലറ്റ് ക്ലിയർ, നമ്മുടെ പണിയല്ല അത്. നമ്മൾ മെസ്സേജ് കൊടുക്കുക, അത് ക്ലീൻ ചെയ്യുക. ഇപ്പം ഇലക്ട്രിക്കൽ ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേഷനിലേക്ക് മെസ്സേജ് കൊടുക്കുക. ഇപ്പം ഞാൻ പറയാം, ലേഡീസ് ആയിട്ടുള്ള ടി.ടിമാർ പോലും ഉണ്ട്. അവരെന്നെ പറയുന്ന സങ്കടം കേട്ടാൽ അവർക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് റൂം വരെ ഇല്ല. രാത്രിയൊക്കെ വന്നിട്ട് ഇപ്പൊ ഷൊർണൂരിൽ ഇറങ്ങിയിട്ട് വളരെ ദൂരെയാണ് ഇരുട്ടത്ത് പോകേണ്ടത്. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇപ്പൊ കണ്ണൂരിൽ തന്നെ വന്ന ടി.ടിമാര്, ലേഡി ടി.ടി ഒക്കെ 4-5 മണിക്കൂറൊക്കെ പ്ലാറ്റ്ഫോമിലാണ് കുത്തിയിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ അതെല്ലാം സഹിച്ച് എല്ലാം കൂടെയാണ് വണ്ടിയിൽ കയറുന്നത്. അതിനടിയിലാണ് ഇങ്ങനെയുള്ള യാത്രക്കാരുടെ പ്രശ്നങ്ങൾ ഇവരെ മേലെ വരിക. വീട്ടിലെ പ്രശ്നങ്ങളും വണ്ടിയിലെ പ്രശ്നവും എല്ലാം കൂടിയാകും ഇവർ മൊത്തമായിട്ടും അസ്വസ്ഥരാകും. എന്തുകൊണ്ടായിരിക്കും ബഷീർ ഇത്രയും ഉയർന്ന ഒരു തസ്തികയിലുള്ള ഉദ്യോഗസ്ഥർക്ക്? ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ പ്രൗഢമാണ്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന വലിയൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഈ റെയിൽവേ ടി.ടിമാർ ഇത്തരം ആളുകൾക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? തീർച്ചയായും അവരും ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ ഒരുപാട് പരിമിതിക്കകത്ത് നിന്നുകൊണ്ടാണ് ഈ ഇത് ചെയ്യുന്നത്. ഇപ്പം ടി.ടിമാർ ഒന്ന് കാലാനുസൃതമായിട്ട് ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഒഴിവ് നികത്തുന്നില്ല. ഇന്ത്യൻ റെയിൽവേയിൽ 2 ലക്ഷം ഒഴിവുകളാണ് ഇപ്പം നിലവിൽ ഒഴിവായിട്ടുള്ളത്. ഇപ്പം പല ആളുകളെയും തന്നെ ഇപ്പോൾ നമുക്കറിയാം ടി.ടിമാർ സ്ക്വാഡുകളായി മാറ്റും, സ്ക്വാഡുകളെ കൊണ്ട് ടി.ടിമാരാക്കി മാറ്റും. ഇപ്പോൾ അഡ്ജസ്റ്റ്മെന്റിലാണ് പോകുന്നത്. എന്നിരുന്നാലും ഇവരുടെ ഈ പറഞ്ഞതുപോലെ പിഴയടപ്പിക്കുന്നതിന് യാതൊരുവിധ കുറവുമില്ല. പക്ഷെ എന്നിരുന്നാലും ജീവനക്കാർ കുറവാണെങ്കിലും ഈ സ്ക്വാഡുകളൊക്കെ വളരെ സജീവമാണ്. പക്ഷേ ടി.ടിമാർക്ക് ഒരുപാട് അസൗകര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ. അവർ പറഞ്ഞതുപോലെ ആളുകൾ പോലീസിൻ്റെ സഹായമില്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കാതിരിക്കണം. പോലീസിന്റെ സാന്നിധ്യം ഉണ്ടല്ലോ എപ്പോഴും. അല്ല, അങ്ങനെ ഓരോ ടി.ടിക്കും ഇല്ല. പക്ഷെ ടി.ടി വിളിച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പം എനിക്ക് തോന്നുന്നു വനിതാ ടി.ടിമാരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പോലീസിന് നിർദ്ദേശം കൊടുത്തു. അപ്പോൾ ഇപ്പൊ സാറ് പറഞ്ഞല്ലോ, ഋഷി സാറ് പറഞ്ഞതിൽ ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേഷനിൽ, മെയിൻ സ്റ്റേഷനിലേക്കാണ് സാധാരണ പോലീസിന് ഒരു റിക്വസ്റ്റ് കൊടുക്കുക ഇവർ. അപ്പോൾ അവിടെ എത്തുന്നത് വരെ വണ്ടിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ്. ഒന്ന്. രണ്ടാമത്തെ വേറൊരു കേസ് എന്താന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഇപ്പൊ മദ്യപിച്ചിട്ടുള്ളതും മറ്റു പല മദ്യപിച്ച് യാത്ര ചെയ്യാൻ പാടില്ല ഉണ്ടായിരുന്നു. ഇപ്പൊ അതങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നു. നിയമമുണ്ട്. അടുത്തൊരു ഓർഡർ ചെയ്തു, അതായത് ട്രെയിനകത്ത് മദ്യപിച്ച് പോകാൻ പാടില്ല, പ്ലാറ്റ്ഫോമിൽ മദ്യപിച്ച് കയറാം. അതില് വലിയ പ്രശ്നമായിരിക്കും. അത് എന്താ, ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് തന്നെ ഇവരെ മാക്സിമം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ, പുറത്താക്കുക എന്തെങ്കിലും ചെയ്താൽ ഈ ട്രെയിനിൽ കയറാതിരുന്നാൽ മതി. അപ്പോൾ അതിനു വേണ്ട സംവിധാനമാണ് ചെയ്യേണ്ടത്. പ്ലാറ്റ്ഫോമിൽ വെച്ച് തന്നെ പോലീസുകാർ അതിനെ കൺട്രോൾ ചെയ്യണം. പക്ഷെ ചില പോലീസുകാർ എന്ത് ചെയ്യും, ഇവിടുത്തെ പ്രശ്നം തീരട്ടെ എന്ന് പറഞ്ഞ് വണ്ടി കയറ്റി വിടും. അപ്പോൾ അടുത്ത സ്റ്റേഷൻ മദ്യപിച്ച് വരുന്ന ഒരാളെ ട്രെയിനിൽ കയറ്റാൻ പാടില്ല. അതല്ല മെയിൻ. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ചില ആൾക്കാരുണ്ടാവും. മദ്യപിച്ച് ട്രെയിനിൽ കയറാൻ പാടില്ല, പ്ലാറ്റ്ഫോമിൽ പോലും കയറാൻ പാടില്ല. ആ സെക്ഷൻ വെച്ചിട്ട് കേസ് രജിസ്റ്റർ ചെയ്യണം. കേസ് രജിസ്റ്റർ ചെയ്ത് പ്രാക്ടിക്കലി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരു സ്റ്റേഷൻ എത്തുന്നത് വരെ ഇവനെ വഹിച്ചിട്ട് പോലീസുകാർ ഇവന്റെ കൂടെ സഞ്ചരിക്കണം. അതിനിടയിൽ എന്തും ചെയ്യാലോ. അപ്പൊ അതങ്ങനെയൊക്കെ ഒരുപാട് പ്രാക്ടിക്കൽ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു ലേഡി സാറ് കണ്ടിരുന്നോ അറിയില്ല, അവൻ എന്തൊക്കെയാ പറയാ. ഞാൻ വിചാരിച്ചു അവൻ എന്തെങ്കിലും ടി.ടിന് എന്തെങ്കിലും ചെയ്യും, അത്രയും വെല്ലുവിളി. പക്ഷെ അവനെ റിമാൻഡ് ചെയ്തു. പക്ഷെ റിമാൻഡ് ചെയ്യാൻ സമയത്ര വേണ്ടി വന്നു. അതുവരെ ഈ ടി.ടി രീതിയിലാണ്. പലപ്പോഴും ഈ ടി.ടിമാര് യാത്രക്കാരോട് ഒരു പ്രതികാര മനോഭാവത്തോടു കൂടിയാണ് പെരുമാറുന്നതെന്ന് വ്യാപകമായ പരാതിയുണ്ട്. പരാതി അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ എല്ലാം ഫ്രസ്ട്രേഷൻ ഈ ടി.ടി ശരിക്കും പറഞ്ഞാൽ ടി.ടിന്റെ പേരിലാണ്, ടി.ടിന്റെ മേലെയാണ് കാണിക്കുക മിക്കവരുടെയും. ഇപ്പൊ വെള്ളം കിട്ടുന്നില്ലേ വണ്ടിയിൽ,
ടോയ്ലറ്റ് ക്ലീൻ അല്ലെങ്കിൽ ബെഡ്റോൾ ഇല്ലെങ്കിൽ വണ്ടി ചോർച്ച ഉണ്ടായാൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും വണ്ടിയിലുണ്ടാവും. യാത്രക്കാരെന്തായാലും അപ്പോൾ ടി ടി ആണ് അതിന് ഉത്തരം പറയേണ്ടത്. ടി ടി എന്ത് ചെയ്യും, നെക്സ്റ്റ് മെസ്സേജ്. ഇപ്പം ഞാനൊരിക്കൽ വളരെ മുമ്പ് വണ്ടി വർക്ക് ചെയ്യുമ്പോൾ ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് വരുന്ന വണ്ടിയാണ്, മൊത്തം ചോർന്നൊലിച്ചിട്ടാണ് വരുന്നത്. ആൾക്കാർ ലഗേജെല്ലാം എടുത്തിട്ട് ബർത്തിൽ വെച്ചിട്ടിരിക്കുന്നു. ഫുൾ നടക്കുമ്പോൾ വെള്ളം അത്രയും വെള്ളമുണ്ട്, അതും AC 3 ടയറിൽ. ആലോചിച്ച് നോക്ക് സർ, ഞാനത് ഗോവ വരെ വർക്ക് ചെയ്യേണ്ട ട്രെയിനാണ്. എങ്ങനെ കൊണ്ടുപോവാ വണ്ടി? യാത്രക്കാർ എങ്ങനെ? അല്ല, ഒന്ന് എന്ന് വെച്ചാല് മേലെ എന്തെങ്കിലും ഇത് ലീക്ക് സാഹചര്യം എങ്ങനെ മറികടക്കാൻ പറ്റും? ക്ലീൻ ചെയ്ത് കൊടുക്കുക, വെള്ളം എല്ലാം ക്ലീൻ ചെയ്തിട്ട് മറ്റുള്ള ഇതെല്ലാം പോംവഴികൾ വെള്ളം എവിടെ വരുന്നത് നോക്കിയിട്ട് ടൈം എടുക്കും. അപ്പോൾ ട്രെയിൻ നിർത്തി, മാംഗ്ലൂർ ട്രെയിൻ നിർത്തി, എന്നിട്ട് അതിന് മാക്സിമം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ സമയത്ര ലോസായി അവിടെ. അത് ചില കോച്ച് വരുന്നത് ഇങ്ങനെയുള്ള കോച്ചുകളുടെ എന്തുകൊണ്ടായിരിക്കും റഷീദ് അത്തരം കോച്ചുകളൊക്കെ ഇങ്ങോട്ടല്ല അയക്കുന്നതിന്റെ കാരണം? അല്ല, ഈ ടി.ടിമാരുടെ പറയാം. കാരണം ടി.ടിമാരുടെ ഒട്ടുമിക്ക ആളുകളും വളരെ മാന്യമായി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഈ കൃഷ്ണൻ സാറൊക്കെ എന്നോടൊക്കെ ഒരുപാട് ടിക്കറ്റ് പരിശോധിച്ചു, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. എന്നാലൊക്കെ വളരെ സൈലന്റ് ആയിട്ട് വളരെ ഡീസന്റ് ആയിട്ട് ചെയ്യുന്ന. ഇപ്പം ചില ആളുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇപ്പം ചില ആളുകൾ, പല ആളുകൾക്ക് അറിയില്ല. ഇപ്പം ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പർ കയറിക്കുന്ന ആളുകൾ ട്രെയിനിൽ അങ്ങ് കയറുകയാണ്. അപ്പൊ അവർക്ക് അറിയാതെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരെ ജസ്റ്റ് ഉപദേശിച്ചു വിടുന്നതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. കൃഷ്ണൻ സാറൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കയറാൻ പാടില്ല, അങ്ങനെ അപ്പുറം പോയി കയറണം എന്നൊക്കെ പറയും. ഇപ്പൊ ചില ടി.ടിമാർ അങ്ങനെ കയറി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, എന്നാൽ ഇവരെ ആൾക്ക് പേടക്കാൻ പറ്റുള്ളൂ. രണ്ട്, ഈ പറഞ്ഞതുപോലെ ചില ആളുകൾ ഫിസിക്കലി, ഇതിന് നിയമം വളരെ കർശനമാണ്. ഫിസിക്കലി നിങ്ങൾ അവരെ ദേഹത്ത് തൊടാൻ പാടില്ല. കീശയിൽ പോലും കൈയിട്ടെടുക്കുന്ന ടി.ടിമാരടുത്ത് ഞാൻ പ്രതികരിക്കുന്നതിന് ശേഷമാണ് ഇപ്പം ആ സ്വഭാവം. കീശയിൽ അങ്ങനെ പറ്റില്ല, നിയമമുണ്ട്. ഇവൻ ടിക്കറ്റ് എടുക്കുന്നില്ല എങ്കിൽ അവരുടെ അഡ്രസ്സ് കളക്ട് ചെയ്ത് സ്റ്റേഷനിൽ ഹാജരാക്കുക, അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കുക, കോഴിക്കോട് നടപടിയെടുക്കുക. ഫിസിക്കലി ഒരിക്കലും ഒരു യാത്രക്കാരനോടും അങ്ങനെ ഇടപെട്ട ടി.ടിമാരെ ഞാൻ തന്നെ രണ്ടോ കംപ്ലൈന്റ് കൊടുക്കും. എന്തെന്ന് പറഞ്ഞാൽ, യാത്രക്കാരൻ പൈസ ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഇവര് ഫോഴ്സ്ഫുള്ളി കീശയിൽ കൈയിടുകയും പരിശോധിക്കുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് യോജിച്ചത് മാറേണ്ടതുണ്ട്. ചില ആളുകളാണ്, എല്ലാവരും അല്ലേ, ചില ആളുകൾ ഈ പറഞ്ഞതുപോലെ നല്ല അഡ്വൈസ് കൊടുക്കും. ഇപ്പൊ സ്ലീപ്പറിൽ മാറിപ്പോയ ഏതെങ്കിലും ജനറൽ ടിക്കറ്റ് എടുത്ത് ഒരാൾ സ്ലീപ്പറിൽ കയറി കഴിഞ്ഞാൽ ഇത് കയറാൻ പറ്റില്ല, നെക്സ്റ്റ് ഇതിൽ വളരെ മാന്യമായി പറയുമ്പോൾ തന്നെ യാത്രക്കാരൻ അതിനകത്ത് ഇതുണ്ടാവും. ചില ആളുകൾ ഈ പറഞ്ഞതുപോലെ വീട്ടിലെ ഉണ്ടാകുന്ന സംഘർഷം കൊണ്ടുവന്നിട്ട് ജനങ്ങളെ വേണ്ടി കയറുമ്പോഴാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. നല്ല നിലയിൽ പറഞ്ഞ സ്വാഭാവികമായി അവർ മാറിപ്പോയി. നമ്മളോട് തന്നെ സീസൺകാരോട് നല്ല നിലയിൽ പറഞ്ഞാൽ ആളുകളൊക്കെ മാറും. ധിക്കാരപൂർവ്വം പറഞ്ഞ സ്വാഭാവികമായും സീസൺകാരൊക്കെ സംഘടിക്കും. അവര് വാഗ്വാദം ഉണ്ടാവും, തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് വട്ടം സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ജനകീയൻ, ഒരു മാജിക്കുകാരൻ നമ്മുടെ ഈ ടി.ടിയിൽ ഉറങ്ങി മാജിക് ചെയ്യാറുണ്ടോ ട്രെയിനിൽ? എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രധാന ഐറ്റങ്ങൾ? ഒരുവിധം സ്റ്റേജ് ഐറ്റം എല്ലാം ചെയ്യാറുണ്ട്. മാജിക് പ്രോഗ്രാം. മാജിക്കിനേക്കാൾ ഞാൻ കണ്ണൂരുള്ളപ്പോഴൊക്കെ ചെയ്തത് ഈ ട്രെയിനിൽ വരുന്ന അനാഥരെ സംരക്ഷിക്കുക, അലഞ്ഞു തിരിഞ്ഞു വരുന്ന അങ്ങനെ ഒരുപാട് ആൾക്കാരെ അനാഥ മന്ദിരത്തിലേക്ക് കൊണ്ടാക്കി. അങ്ങനെ മനസ്സിൽ തട്ടുന്ന ഒരു ഓർമ്മ പറയാം ഒരുപാടുണ്ട്. ഏറ്റവും തങ്ങി നിൽക്കുന്ന, ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവം വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു ലേഡി കണ്ണൂരിൽ എത്തിപ്പെടുകയും ആ ലേഡി അബോധാവസ്ഥയിലാണ് എത്തിപ്പെട്ടത്. അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ സ്ത്രീ എല്ലാവരും കാണുമ്പോൾ പേടിച്ചിങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു രംഗമായിരുന്നു. അവിടെ നിന്നാണ് അറിഞ്ഞത് ആ സ്ത്രീ ബോംബെയിൽ നിന്നാണ് എസ്കേപ്പ് ചെയ്തിട്ട് വരുന്നതെന്ന്. ശരിക്ക് അവരുടെ സ്ഥലം ഈ കർണാടകയിൽ ഒരു ഭാഗത്താണ് അവരുടെ വീടൊക്കെ. ബെൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവളുടെ വീട്. അവിടുന്ന് ഈ സ്ത്രീനെ ഈ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം നമ്മൾ എന്ത് വെച്ചാൽ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുപോയി നമ്മളവിടെ മേലെ ചൊവ്വ. അതിനുശേഷം ഞാൻ ഡെയിലി പോവും ഈ സ്ത്രീയുടെ ഓരോ ഇതും അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് മനസ്സിലായത് ഈ ബെൽഗാമുള്ള സ്ത്രീയാണിതെന്നും അവൾക്ക് ചെറിയ ഇതിലെ ഹിന്ദിയൊക്കെ സംസാരിക്കാൻ അറിയുള്ളൂ. ഒരു ദിവസം അവൾ ഈ ഹാൻഡിക്രാഫ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി വിൽക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഒരു 2-3 ചെറുപ്പക്കാർ പോയിട്ട് പറഞ്ഞു, നിങ്ങളെ അമ്മ ഹോസ്പിറ്റലൈസ്ഡാണ്, വളരെ പെട്ടെന്ന് വീട്ടിലേക്ക് പോകണമെന്ന് പറയും. ഇത് കേട്ടപ്പോൾ ഇവളൊരു ഇതിലെല്ലാം വാരി കെട്ടിയിട്ട്, ഇത് പത്രങ്ങളിലൊക്കെ വലിയ ന്യൂസായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവള് എടുത്ത് ഓടുന്ന സമയത്ത് ഈ ചെറുപ്പക്കാർ പറഞ്ഞു, ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ അങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങൾ വേണമെങ്കിൽ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു.
അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇവൾ വേറെ ഒന്നും ചിന്തിച്ചില്ല, പെട്ടെന്ന് അവരുടെ കാറിൽ കയറി കുറച്ച് ദൂരം പോയപ്പോഴാണ് അവൾ മനസ്സിലാകുന്നത് ഇത് ഹോസ്പിറ്റലിലേക്കല്ല എന്ന്, ട്രാപ്പായി. അങ്ങനെ അവിടെ ബൽഗാം ബസ് സ്റ്റാൻഡിൽ കൊണ്ട് അവിടെ ഇറക്കി. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവള് ഭയങ്കര ഉപദ്രവിച്ചു. അല്ല, ഉപദ്രവിക്കുന്നതിന് മുമ്പേ ഇവള് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒച്ച വെച്ചപ്പോൾ മറ്റുള്ള ആൾക്കാരോട് ഈ ചെറുപ്പക്കാർ പറഞ്ഞു ഇത് എൻ്റെ ഭാര്യയാണ്, മാനസികമായിട്ടുള്ള ചെറിയ വിഭ്രാന്തിയുണ്ട്, ഇവളെ ബോംബെയിൽ ചികിത്സക്ക് കൊണ്ടുപോകുന്നത്. അത് കേട്ടപ്പോൾ ആൾക്കാരെല്ലാം കൂടിയിട്ട് ബോംബെ ഒരു ബസ്സിൽ കയറ്റി കൊടുക്കാൻ സഹായിച്ചു. അങ്ങനെ ബോംബെ കൊണ്ടുപോയിട്ട് മൃഗീയമായിട്ട് റേപ്പിന് വിധേയമായി 20 ദിവസത്തോളം അവൾ ബോംബെ ഒരു ചെറിയൊരു വീട് പോലത്തെ ഒരു സ്ഥലത്താണ്. അതിൽ കുറേ 10-20 പെൺകുട്ടികൾ വേറെയുണ്ട്. അങ്ങനെ ഇവൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ദിവസവും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള വഴി എങ്ങനെ ആലോചിക്കും, എങ്ങനെ പോകാം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു തടിമാടൻ, ഒരു ഗുണ്ടാന്ന് തോന്നിക്കുന്ന അയാൾ ഇവരെ ഒരു 3-4 പേരെ ഒരുമിച്ചാണ് കൊണ്ടുപോവുക. അവർ കുറേ പേരുണ്ട്, പക്ഷെ എന്നാലും ഒരു 4-5 പേരെ ബ്രേക്ക്ഫാസ്റ്റിന് കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ഇവൾ ഇതെല്ലാം മനസ്സിലാക്കിയപ്പോൾ ഒരു ദിവസം ഇവർ കൊണ്ടുപോകുമ്പോൾ ഇവൾ അവിടെ നിന്ന് ഓടുമ്പോൾ ഇയാൾ വിചാരിക്കും ഈ ഒരു സ്ത്രീയെല്ലാം ഓടിയിട്ടില്ലും ബാക്കി 4-5 പേര് പിന്നെയും കൂടി ഉണ്ടല്ലോ, ഇവർ ഒരാളെ പുറകിൽ ഓടിക്കഴിഞ്ഞാൽ ഇവർ രക്ഷപ്പെടേണ്ടതെന്ന് വെച്ചിട്ട് ഈ സ്ത്രീനെ അങ്ങനെ വിടും, ഒഴിവാക്കി. അങ്ങനെയാണ് ആ സ്ത്രീ ബോംബെ സ്റ്റേഷനിൽ വന്ന് ഏതോ ഒരു ട്രെയിനിൽ കണ്ണൂരിലെത്തിയത്. നമ്മൾ എത്ര കാലം ട്രീറ്റ് ചെയ്തു ഇവിടെ ഏകദേശം ഒരു 1.5 മാസത്തോളം. എന്നിട്ട് ഞാൻ ഇവിടെ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് ബാംഗ്ലൂർ എൻ്റെ ഒരു പത്ര റിപ്പോർട്ടർ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. നമ്മൾ കണ്ണൂരിലുള്ള പത്രക്കാരൊക്കെ ഞാൻ സമീപിച്ചപ്പോൾ അവരെനിക്ക് ഒരു കോണ്ടാക്റ്റ് ഒക്കെ തന്നിട്ട് ബെൽഗാമിൽ ഒരു ന്യൂസ് ചെയ്യിച്ചു. ആ ന്യൂസ് കണ്ടതിന് ശേഷം അവിടുത്തെ പോലീസ് സ്റ്റേഷൻ എന്നെ വിളിച്ചു. അന്ന് ഹബീബ് സാറായിരുന്നു ഇവിടെ ഹബീബ് റഹ്മാൻ. അങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മളെ ഇതിൽ നിങ്ങൾ എപ്പോൾ വന്നാലും കാണിച്ചു തരാമെന്ന്. അങ്ങനെ അവളുടെ അച്ഛനും പിന്നെ അവളുടെ ഇളയച്ഛനും കൂടെ കണ്ണൂരിലേക്ക് വന്ന് ആ രംഗം ഭയങ്കരമാണ് കാണേണ്ടത്. കാരണം ഇവള് നഷ്ടപ്പെട്ടു എന്നാണ് അവർ വിചാരിച്ചത്. അത് മാത്രമല്ല ഇവിടെ എവിടെയോ കൊണ്ടുപോയി കൊന്നു എന്ന് പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ പേരിലില്ലാത്ത ആരോപണം ഉണ്ടാക്കി ഭർത്താവ് അവിടെ നിന്ന് മിസ്സായി. പിന്നെ ഭർത്താവ് ഇവിടെ പോയെന്നറിയില്ല. അതിൽ ഏറ്റവും വലിയ അപകടം എന്ന് വെച്ചാൽ ഇവൾക്ക് HIV പോസിറ്റീവായിരുന്നു. അത് ലാസ്റ്റിലാണ് അറിയുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, എല്ലാം പറഞ്ഞു. അപ്പോൾ ഹബീബ് സാറ് മുമ്പിൽ ഞാൻ ഹാജരാക്കി അന്ന് കൊണ്ടുപോയിട്ട്. അപ്പോൾ ഹബീബ് സാറ് പറഞ്ഞു എന്നാൽ ഇത് പോരാ, പ്രൂഫ് നിങ്ങൾ റേഷൻ കാർഡ് ബാക്കി ഫോട്ടോസ് ഇതെല്ലാം വേണമെന്ന്. അങ്ങനെ വീണ്ടും അവർ പോയി. ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ പെട്ടെന്ന് കൂട്ടിപ്പോണമെന്നില്ല, ഇവിടെ സേഫാണ്, പ്രശ്നമില്ല. അങ്ങനെ അവർ രണ്ടാമതും എല്ലാ ID പ്രൂഫും എല്ലാം ഇട്ട് വന്നു. തിരിച്ച് നമ്മൾ വണ്ടിയിൽ ബൽഗാമിലേക്ക് കയറ്റി. അതാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത. ഇതുപോലത്തെ ഒരുപാട് സംഭവമുണ്ട്. ഒരുപാട് സംഭവം വെച്ചാൽ ഒരുപാട്. നമ്മളെ സ്വന്തം ബന്ധുക്കൾ പോലും തള്ളിപ്പറഞ്ഞ വേറൊരു കഥയുണ്ട്. ഇവിടുത്തെ കണ്ണൂരിലൊരു സബ് ഇൻസ്പെക്ടറെ ഒരു ബന്ധു തന്നെയായിരുന്നു. അയാൾ പോലും വീട്ടിൽ കയറ്റാത്ത ഒരു സംഭവമുണ്ട്. ഞാൻ അതിൻ്റെ പത്ര കട്ടിങ് സാറിന് അയച്ചു തരാം, അന്ന് നടന്ന സംഭവം. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട് ഒരുപാട്. കാരണം നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ആളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡും കൂടിയാണ് ടീട്ട്. ഞാനത് പറയാൻ വേണ്ടി കാരണം അതാണ്. ഒരുപാട് നമ്മളെ സഹായം അഭ്യർത്ഥിക്കുന്ന ആളുണ്ടാവും. ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരു ബ്രദർലി അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ആ ഒരു ഇതിൽ കണ്ടുകൊണ്ട് അവരെ സഹായിക്കുകയാണെങ്കിൽ ഒരുപാട് ആൾ നമ്മളെ സമീപിക്കും. അതിനുള്ള സാധ്യതകളേറെ ഉള്ളതാണ് ഒരു പോസ്റ്റാണിത്. അതെ അല്ലെ റഷീദ്, നമ്മൾ ഈ ലാലു പ്രസാദ് യാദവ് ഉള്ള കാലത്താണ് ഏറ്റവും കൂടുതൽ TT-മാര്, അതും ഏറ്റവും കൂടുതൽ ബീഹാറിൽ നിന്നാണ് നിയമിച്ചതെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഞങ്ങളൊക്കെ പറഞ്ഞു കേട്ട കഥകളാണ്. എന്താ അതിൻ്റെ ഒരു അല്ല, ഇതിനകത്ത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ മറ്റെന്തെങ്കിലും കൃത്രിമെന്ന് പറയാൻ പൂർണ്ണമായിട്ടും സാധ്യതയില്ല. പിന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ പ്രൊമോഷനാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പം പുതുതായിട്ട് അപ്പോയിന്റ്മെന്റ് ഒന്നും ഇല്ല. കാരണം ഈ 2 ലക്ഷം ഒഴിവ് അങ്ങനെ നിൽക്കുകയാണ്. നല്ല ലാഭത്തിലോടുന്ന ഒരു സംവിധാനമല്ലേ ഇന്ത്യൻ റെയിൽവേ. ശരിക്കും അതാണ്. ഈ 2 ലക്ഷം ഒഴിവ് നികത്തിയാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും പൈലറ്റുമാര് സമരത്തിൽ എന്തുകൊണ്ടാണ്? അവർക്ക് ഈ പറഞ്ഞതുപോലെ ഓവർ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ TT-മാർ എന്നോട് തന്നെ ഒരുപാട് TT-മാർ പറഞ്ഞിട്ടുണ്ട് ഓവർ ഡ്യൂട്ടിയാണ്. ഇപ്പം ഒരു കാലത്ത് ഒരു കോച്ചിൽ ഒരു TT ആയിരുന്നു അല്ലെ, ഒരു TT ആണ്. ചിലതിൽ 4 കോച്ചൊക്കെ കാണാം. പലപ്പോഴും പഴയ ആളുകളും പറയുന്നതല്ലേ ഇന്ന് 4 കോച്ചാണ്. അതുകൊണ്ട് അപ്പം ഈ സ്വാഭാവികമായും ഇങ്ങനെയുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ട്. ഈ ട്രെയിനിൽ ഇപ്പം അസുഖമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോഴും ട്രീറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ട്രെയിനിൽ ഇല്ല എന്നുള്ളത് വലിയൊരു ദുരിതമല്ലേ? ശരി, അതാണ്. അതിപ്പോ ഞങ്ങൾ പറഞ്ഞു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എല്ലാ കോച്ചിലും വേണം. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒരു ട്രെയിനിൽ ഒരു ഡോക്ടർ സേവനെങ്കിലും വേണ്ടേ? കാരണം ഒരു ട്രെയിനിൽ ശരാശരി എത്ര യാത്രക്കാരുണ്ടാവും നോർമലി? ഒരു എനിക്ക് തോന്നുന്നു ഒരു
1700 ഉണ്ടാവും. 72 ബർത്താണ്. ഒരു 10 കോച്ച് ഉണ്ടെങ്കിൽ ഇപ്പൊ 10 ആണെങ്കിൽ 1000 വരെ ആകാം. ഉണ്ടെങ്കിൽ 1200, 1300 ആവറേജ് എല്ലാ കോച്ചിലും. അപ്പൊ ഈ 1500 പേര് സഞ്ചരിക്കുന്ന ഒരു ട്രെയിനിൽ ഒരു ഡോക്ടർ വേണ്ട ഒരു പ്രാക്ടിക്കൽ അല്ല. കാരണം ഇപ്പൊ നമ്മള് കേരളത്തിൽ ഒരുപാട് സർവീസ് ഉണ്ട്. അപ്പൊ അതിനെല്ലാം ഓരോ ഡോക്ടർ ഇടുക എന്നുള്ള പ്രാക്ടിക്കൽ. ഒരു ദീർഘദൂര യാത്രയില് ദീർഘദൂര യാത്ര ഇതില് ഈ പറഞ്ഞതുപോലെ ഡോക്ടർമാരാണെങ്കിൽ അവർക്ക് ബർത്ത് കിട്ടാനൊക്കെ സൗകര്യമാണ്. അവര് പ്രത്യേകം അപ്ലിക്കേഷൻ. അതിന് ഇല്ല സംവിധാനം റെയിൽവേ ഒരുക്കിയത് എങ്ങനെയാന്ന് പറഞ്ഞാല്, ഇപ്പം ഒരു പേഷ്യന്റ് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് TTന്റെ അടുത്ത് പറയാം എനിക്ക് ചെസ്റ്റ് പെയിൻ ആണ് എന്താന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്, അവിടെ ഡോക്ടർ അവൈലബിൾ ആണ്. അവിടെ പ്രൈവറ്റ് ഡോക്ടർ. എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഡോക്ടർമാരുണ്ടോ? അല്ല, റെയിൽവേ ഡോക്ടർ അറേഞ്ച് ചെയ്യും ഒന്നുകിൽ, അല്ലെങ്കിൽ അവിടെ ഇറക്കിയിട്ട് കൊണ്ടുപോകും. ഇനി നമ്മുടെ റെയിൽവേ ഹോസ്പിറ്റലിലുള്ള വലിയ ഡോക്ടർ റെയിൽവേ ഹോസ്പിറ്റൽ കണ്ണൂരുണ്ട്, പാലക്കാട്, ഷൊർണൂർ, കാലിക്കറ്റ് ഹോസ്പിറ്റലുണ്ട്, ഡോക്ടർമാരുണ്ട്. ഇനി ഇല്ലാത്തടുത്തത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ ആംബുലൻസ് അറേഞ്ച് ചെയ്യുക, പുറത്തേക്ക് കൊണ്ടുപോകുക, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. കാരണം അത്രയും പെട്ടെന്നാണ് എമർജൻസി ആണെങ്കിൽ. അല്ലാണ്ട് പിന്നത്തെ ഒരു സംവിധാനം എന്താണെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും നമ്മളിപ്പം ചോദിക്കുന്നുണ്ട് അതിൽ റിസർവേഷൻ സ്ലിപ്പിൽ നിങ്ങൾ ഡോക്ടറാണോ അല്ലയോ എന്നുള്ളത്. അത് എന്തിനാന്ന് പറഞ്ഞാൽ ഇതേപോലെ എന്തെങ്കിലും ഒരു കേസ് എമർജൻസി വന്നാൽ ചിലപ്പോൾ അവരുടെ സേവനം നമുക്ക് നേടാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ല, ബർത്തിൽ പ്രിഫറൻസ് ഇല്ല. അവര് ഇത് ചോദിക്കുന്നുണ്ട് ഡോക്ടറാണോ പ്രൊഫഷൻ ചോദിക്കുന്നുണ്ട്. ഈ നിങ്ങളുടെ സംഘടനയുടെ ഒരു പ്രവർത്തന പരിധി എങ്ങനെയാണ്, അതിന്റെ ഒരു രീതി എങ്ങനെയാണ്? അല്ല, നമ്മള് വടക്കേ മലബാറാണ് പ്രത്യേകിച്ച് എത്ര ജില്ലകളാണ്? അതായത് മംഗലാപുരം മുതൽ നമ്മൾ പിന്നെ ഏകദേശം കോഴിക്കോട് വരെ നമ്മുടെ ഓരോ യൂണിറ്റിലെ ആളുകളുണ്ട്. പക്ഷെ നമുക്ക് എല്ലാ സ്റ്റേഷനിലും താല്പര്യം മുൻനിർത്തിയിട്ട് ഇങ്ങനെയുള്ള സംഘടനകൾ മുന്നോട്ട് പോകാൻ പല താല്പര്യങ്ങളാണ്. കോഴിക്കോടിന് അങ്ങോട്ട് താല്പര്യം വേറെയാണ്. നമ്മുടെ ഈ കോഴിക്കോട് മുതൽ മംഗലാപുരം വരെയുള്ള താല്പര്യം ഈ പറഞ്ഞതുപോലെ കൂടുതൽ വണ്ടി വേണം, സൗകര്യങ്ങളില്ല, പാസഞ്ചർ ട്രെയിൻ കുറവാണ്, പിന്നെ ഡി റിസർവ്ഡ് കോച്ചുകൾ കുറവാണ്, ഇത് വേണം എന്നുള്ളതാണ്. ഇപ്പൊ കോഴിക്കോട് ടു മംഗലാപുരം ഇപ്പൊ ഒരു എക്സ്പ്രസ് ട്രെയിനകത്ത് ഡി റിസർവ്ഡ് കോച്ച് പ്രഖ്യാപിക്കുന്നത് അങ്ങനെയാണ്. മംഗലാപുരം കോഴിക്കോട് ടു മംഗലാപുരം ഇന്ന കോച്ചിൽ ഇത്ര കോച്ചിൽ കയറാം, സീസൺകാരിക്കും അതുപോലെ തന്നെ മറ്റേ സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത ആളുകൾ കയറാം. അപ്പൊ താല്പര്യങ്ങൾ വേറെ ആയതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ഒരു വൈഡായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യലും വലിയ അപ്പൊ അങ്ങനെയാണ് സംഘടനാ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. പിന്നെ സ്റ്റോപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഒത്തിരി ആവശ്യങ്ങൾ, ഒത്തിരി സ്ഥലത്ത് സ്റ്റോപ്പുകൾ. റഷീദ്, ഈ ഭക്ഷണം ഒരിക്കലും ഒരു തൃപ്തി റെയിൽവേയിൽ വരുന്നു. ചായയൊക്കെ എന്ന് പറഞ്ഞൊരു പാലും വെള്ളം പോലെ ഒഴിക്കുന്നു, എന്നിട്ട് അതിന്റെ ടീ ബാഗ് ഇടുന്നു. ഇതുവരെ ഒരു സ്റ്റാൻഡേർഡ് നിലവാരത്തിലേക്ക് ഭക്ഷണം ഉയരുന്നില്ല. അതെന്തായിരിക്കും? ഒന്ന്, അമിതമായ ഇത് കൊടുത്തിട്ടാണ്, ഇതിന്റെ ടെൻഡർ കൊടുത്തിട്ടാണ് ഈ ഭക്ഷ്യ പിന്നെ ക്യാൻറ്റീനുകളും അതുപോലെ തന്നെ ഇതൊക്കെ ഇവരെടുക്കുന്നത്, ഈ മുതലാളിമാരെടുക്കുന്നത്. സ്വാഭാവികമായും അവരതിനകത്ത് ലാഭം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യം സ്വാഭാവികം എല്ലാവരും ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് ഭക്ഷണത്തിന്റെ ഗുണനിലവാരം കുറയുകയും ഇതിന് പിന്നെ വില വർദ്ധിക്കുകയും ചെയ്യുന്നത്. കാരണം വില വർദ്ധിപ്പിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. പക്ഷെ ഭക്ഷണത്തിന്റെ ഗുണനിലവാരം കുറയാനുള്ള ഒരു പ്രധാന കാരണം ഈ പറഞ്ഞതുപോലെ റെയിൽവേ അവരോട് വാങ്ങിക്കുന്ന നടത്തിപ്പിന് വേണ്ടി വാങ്ങിക്കുന്ന വാടക ഈടാക്കാനും, അതായത് സങ്കല്പത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത വാടകയാണ് വാങ്ങിക്കുന്നത്. സ്വാഭാവികമായും ഇത് എങ്ങനെ മുതലാക്കാമെന്നതിനെ കുറിച്ച് ഈ നടത്തുന്ന ഏജൻസികൾ റിസർച്ച് നടത്തിയിട്ട് അവർ ചെയ്യുന്നതിന്റെ ഗുണനിലവാരമാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ ചായ തന്നെ ഒരിക്കൽ ഒരു ട്രെയിനും ദീർഘദൂര ട്രെയിൻ തീരെയില്ല, പാല് വാങ്ങിയിട്ടല്ല, പാലിന്റെ ഒരു പ്രത്യേക സാധനം ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു ക്രീം ഉപയോഗപ്പെടുത്തി അതിനകത്ത് ഒഴിച്ചാൽ, വളർത്തിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പാലിന്റെ പാൽപ്പൊടിന്റെ ഒരു തരത്തിലുള്ള കുറച്ചുകൂടി ഇതായിട്ടില്ല. എന്താ പറയാ, നമ്മൾ ഈ അജനോട്ടോന്നും പറയുന്നത് പോലെ ആ സാധനം കുറച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ എത്രയോ ലിറ്റർ പാല് പോലെ ഇത് കാണിക്കും. അതിലാണ് ഇപ്പം കൊടുക്കുന്നത്. ഈ സ്റ്റേഷനകത്ത് ചില ആളുകൾ പാൽച്ചായ അവര് പിന്നെ സമാവറൊക്കെ കാണിച്ചിട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി ദീർഘദൂര ട്രെയിനകത്തൊന്നും ഒരു പരിശോധനയുമില്ല. ഈ പരിശോധിക്കേണ്ട ആളുകൾ ഈ ഭക്ഷ്യ ലോബിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളാണ്. എന്ത് ഗുണനിലവാരം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഇതുവരെയും ഒരു നടപടിയും വന്നതായി എന്റെ ശ്രദ്ധയിൽ. ഇപ്പൊ ഏറ്റവും ഒടുവിൽ കണ്ടല്ലോ, വന്ദേ ഭാരതിലെ ട്രെയിനകത്ത് ഒരു പല്ലിയെ കണ്ടെത്തിയല്ലോ. വന്ദേ ഭാരത് ബിരിയാണിക്കകത്ത് ഒരു പല്ലി അതിനകത്ത് ഇപ്പൊ അടുത്ത് പേപ്പറിൽ
ഫോട്ടോ കഴിഞ്ഞ വന്ന പ്രാവശ്യം വായിച്ചത്. അപ്പൊ ഇതിനൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ ഇതിനകത്ത് ഇതിന്റെ നിരക്ക് കുറയ്ക്കുകയും അതോടൊപ്പം ഗുണനിലവാരം ഉറപ്പുവരുത്താനുള്ള വിജിലൻസ് കമ്മിറ്റി ശക്തമായി പ്രവർത്തിക്കുകയും ചെയ്യണം. അതിന് ഏറ്റവും വിശ്വസ്തരായ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണം. എന്നാലേ ഈ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവും. അതുപോലെ തന്നെ ഇത് അമിതമാണ് വില. ഇപ്പം ഏറ്റവും കൂടുതൽ സാധാരണക്കാരന് കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി തുടങ്ങി. അത് കണ്ണൂരിൽ തുടങ്ങിയിട്ട് കാണുന്നില്ല, മറ്റു പല സ്റ്റേഷനുകളിലും തുടങ്ങിയിട്ടുണ്ട്. ആ സംവിധാനം ജനറൽ കോച്ചുകളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ 20 രൂപ കൂടാം, അങ്ങനെ ഒരു പുതിയ പദ്ധതി ഇതുവരെ ആയിട്ടില്ല. അതൊക്കെ വരുന്നത് നല്ല തന്നെയാണ്. പക്ഷെ അതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ റെയിൽവേ തന്നെ മുൻകൈ എടുക്കുന്നില്ലെങ്കിൽ ഇതുപോലുള്ള ഇതിനേക്കാൾ അബദ്ധമായി ഭാവിയിലേക്ക് വരാൻ പോകുന്നത്. ഈ കൃഷ്ണൻ, ഈ വന്ദേ ഭാരത് വന്നതിന് ശേഷം മറ്റു ട്രെയിനുകളൊക്കെ പിടിച്ചെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ടൈം കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് ചിലയിടത്തൊക്കെ. അത് ശരിക്കും അത് ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹമല്ലേ? ആ ട്രെയിനിന് ഫാസ്റ്റ് ആയിട്ട് പോവാം, ബാക്കിയുള്ളവരെല്ലാം ഒരുങ്ങി കിടക്കട്ടെ. 1-2 മണിക്കൂറൊക്കെ ട്രെയിൻ മണിക്കൂറൊക്കെ പിടിച്ചിടാറുണ്ട്. 1 മണിക്കൂറൊക്കെ ഇരുന്ന ദിവസങ്ങളുണ്ട്. അത് വലിയ വാർത്തയ്ക്കായിരുന്നു. അതെ, ചെറിയൊരു 5-10 മിനിറ്റൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഞാൻ. കാരണം അതൊരു നമ്മുടെ ഒരു പ്രസ്റ്റീജ് വരെയുള്ള ഓടുന്നൊരു വണ്ടിയാണ്. അതിന് കാരണം അതിന്റെ റേറ്റ് ഒരുപാട് കൂടുതലാണ്. അപ്പൊ അതിന് പോകാൻ വേണ്ടി അതിന്റെ ടൈം കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി അതിന്റെ ടൈമിലായിരിക്കും ചിലപ്പോൾ മുന്നിൽ വേറൊരു ട്രെയിൻ ഉണ്ടാവുക. അപ്പൊ ആ ട്രെയിനിന് കുറച്ച് സമയം എവിടെയെങ്കിലും പിടിച്ചിട്ടിട്ട് വേണം ഇതിനെ കടത്തി വിടാൻ വേണ്ടി. ഇതിന് വേറൊരു സംവിധാനം എന്ന് വെച്ചാൽ ഇതിന് ട്രാക്ക് വർദ്ധിപ്പിക്കല് ഇനിയൊരു വഴിയുണ്ട്. ഇനിയും ട്രാക്ക് അല്ലേ? മൂന്നാം ട്രാക്കിന്റെ പിന്നെ ഇത് കണക്കെടുപ്പിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10 കൊല്ലം മുമ്പായിട്ടുള്ള ഏതോ ഒരു ബഡ്ജറ്റിൽ പൈസ പാസ്സാക്കിയിരുന്നു. ഷൊർണൂർ ടു മംഗലാപുരം 3-ാം പാതയെ കുറിച്ചുള്ള സർവേ നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നടത്താൻ പറ്റുന്ന സംഭവമാണ്, ഷൊർണൂർ ടു മംഗലാപുരം വരെ. എന്നാലും ചില പറഞ്ഞതുപോലെ ഒരുപാട് ഓവർ പിന്നെ ചെലവ് വരുന്ന സംഭവമാണ് അത്. എന്നാലും ഭൂമി ഏറ്റെടുക്കുന്നതിന് വലിയ പിന്നെ ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല എന്നുള്ളതാണ് അന്ന് മനസ്സിലാക്കാൻ പറ്റും സർവേ. ഈ വന്ദേ ഭാരതിന്റെ പ്രശ്നം പറയാം. ഇപ്പൊ ഞാൻ 3:10 ഇത് പരീക്ഷിക്കാൻ വേണ്ടി മാത്രം ഒരു യാത്ര ചെയ്തു. 3:10 ഷൊർണൂർ പാസഞ്ചറിനകത്ത് ഞാൻ ടിക്കറ്റ് എടുത്ത് കോഴിക്കോട് വരെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. സത്യത്തിൽ ഈ ഷൊർണൂർ പാസഞ്ചർ നിർത്തുന്നതാണല്ലോ. കാരണം എന്താ പറയുക, ഞാൻ ഇവിടെ കയറി ധർമ്മം എത്തുമ്പോൾ തന്നെ വന്ദേ ഭാരതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് അവിടെ പിടിച്ചിട്ടു. അതേ സ്റ്റേഷനിൽ തന്നെ വേറെ ഏതൊരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് പോകാൻ വേണ്ടി പിടിച്ചിട്ടു. അപ്പൊ 1/2 മണിക്കൂർ ഈ പറഞ്ഞതുപോലെ ഈ ട്രെയിനിൽ നമ്മൾ ഈ ഷൊർണൂർ പാസഞ്ചറിൽ ഞാൻ ചെലവഴിച്ചു. അത് കഴിഞ്ഞ് വേറെ ഒരു ഇതുപോലെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ എടക്കാട് സ്റ്റേഷനാണ്, അവിടെയും പിടിച്ചിട്ടു. അപ്പൊ ഇതെന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം നല്ല ട്രെയിനുകൾ വേണം. പ്രത്യേകിച്ച് വന്ദേ ഭാരത് നല്ലൊരു കൺസെപ്റ്റാണ്, അത് വളരെ നന്നായി വന്നത്. പക്ഷേ ഇതിന്റെ സമയം റീഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി റെയിൽവേ തയ്യാറാണ്. എവിടെയൊക്കെയാണോ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുള്ളത്. ഇതിനെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പല ആളുകൾക്കും ഈ ജനറൽ കമ്പാർട്ട്മെന്റിലെയും സ്ലീപ്പർ പിന്നെ യാത്ര ചെയ്യുന്നവരുടെയും ബുദ്ധിമുട്ട് മനസ്സിലായില്ല. കാരണം അവർ സ്വാഭാവികം AC ക്കകത്തിരുന്ന് മറ്റു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും കാണാതെ യാത്ര ചെയ്യുന്നവരാണ്. അവര് ഇതിനകത്ത് യാത്ര ചെയ്താൽ, ഇതുപോലുള്ള കോച്ചുകളിൽ യാത്ര ചെയ്താൽ നമുക്കൊരു പരിധി വരെ ഇതിനെങ്ങനെ പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളത് മനസ്സിലാക്കാൻ. നമുക്കിവിടെ റെയിൽവേ അമ്യൂണിറ്റി കമ്മിറ്റിയുടെ ചെയർമാൻ മലയാളിയായിട്ട് ഒരാൾ വന്നിരുന്നല്ലോ, PK കൃഷ്ണ. അദ്ദേഹത്തിന്റെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ? അല്ല, അദ്ദേഹത്തിന് ഈ ട്രാഫിക്കിലൊക്കെ ഇടപെടാൻ ഒരുപാട് പരിമിതിയുണ്ട്. അവർ അമ്യൂണിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ട്രാഫിക് എല്ലാം പൂർണ്ണമായിട്ടും നമ്മുടെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ കൈകളിൽ. അവർക്കിത് ഹൈലി നല്ല ഇത് വേണം. എഞ്ചിനീയർമാർക്കൊക്കെ പെട്ടെന്ന് ടൈം ഷെഡ്യൂളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട്, കാരണം മറ്റു വണ്ടികളൊക്കെ തുടങ്ങുന്നത് അതൊക്കെ പഠിച്ച് അതിനനുസരിച്ച് റീഷെഡ്യൂൾ ചെയ്യേണ്ടതാണ്. അപ്പൊ റീഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ട്രെയിൻ സമയം റീഷെഡ്യൂൾ ചെയ്യണം. നിലവിലുള്ള സംവിധാനമൊക്കെ മാറ്റി റീഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായി ഒരു ക്ലാഷും ഇല്ലാതെ നന്നായിട്ട് യാത്ര ഈ പറഞ്ഞ പോലെ ട്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടി ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ അവരോട് പറഞ്ഞു, നിങ്ങൾ പ്ലീസ് വിസിറ്റ് കണ്ണൂർ ആൻഡ് അതർ പ്ലേസ്. നിങ്ങൾ ഈ പറഞ്ഞ ഔപചാരികമായിട്ട് വിളിക്കലുണ്ടോ? ക്വസ്റ്റ്യൻ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് മറുപടി തരും. പക്ഷെ ടെക്നിക്കാലിറ്റിയാണ്, നമുക്ക് പോലും മനസ്സിലാവാത്ത ഒരുപാട് ടെക്നിക്കൽ വേർഡ്സ് അതിനകത്ത് കൂട്ടിച്ചേർത്ത് ഇതെങ്ങനെയാണ് നമുക്ക് പോലും മനസ്സിലാവില്ല. പക്ഷെ സത്യത്തിൽ ഇത് പറഞ്ഞതുപോലെ അവര് പുതുതായിട്ട് ട്രെയിൻ ആരംഭിക്കാനുള്ള ഓരോ ഒടക്ക് ഇങ്ങനെ പറയുക എന്നാണ് എന്റെ അഭിപ്രായം. ഇതെന്തുകൊണ്ട്
കോഴിക്കോട് നിന്നും എറണാകുളം വരെ ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ ഇഷ്യൂ ഇല്ല, 100 കണക്കിന് ട്രെയിനുകളാണല്ലോ പോകുന്നത്. നമ്മുടെ ഇവിടെ 60 സർവീസ് ആണെങ്കിൽ 75 76 സർവീസുകളാണ് ടു എറണാകുളം ടു തിരുവനന്തപുരം വരെ പോകുന്നത്. ഏറ്റവും മോശം ട്രാക്കാണ്, ചതുപ്പിലൂടെയാണ് പോകുന്നത്. ഏറ്റവും നല്ല ട്രാക്ക് നമ്മുടെയാണ്, ഏറ്റവും സൗകര്യമുള്ളത് നമുക്കാണ്, പക്ഷെ ട്രെയിൻ നമുക്കില്ല. അപ്പൊ ഇത് എന്തുകൊണ്ടായിരിക്കും അത് സാർ ഇപ്പൊ പറഞ്ഞില്ലേ, ഏറ്റവും നല്ല ട്രെയിൻ നമുക്കില്ല എന്ന് പറഞ്ഞതിന് വളരെ മുമ്പേത്തെ ഒരു സംഭവം എനിക്ക് മനസ്സിൽ ഇപ്പോൾ ഓടി വരും. നമ്മളിവിടെ മുല്ലപ്പള്ളി സാർ അന്ന് MP ആയ സമയത്താണ്, മുമ്പ് വളരെ മുമ്പ്, അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. അതായത് നമ്മുടെ ഈ യാത്രക്കാരുടെ ക്ലേശം ഒന്ന് പരിഹരിക്കണം, പുതിയ ട്രെയിൻ വേണം എന്നിട്ട് ബോർഡിൽ ഡൽഹിയിൽ വെച്ചിട്ട് ഒരു ഡിസ്കഷൻ വന്നു മിനിസ്റ്റർ അടുത്ത്. അപ്പോൾ മിനിസ്റ്റർ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയാണ് നമ്മുടെ ഈ സെക്ഷനിൽ വണ്ടി നല്ല കോച്ചില്ല, എല്ലായിടത്തും ഓടി പിന്നെ കണ്ടം ചെയ്യാനായ കോച്ചൊക്കെയാണ് നമുക്ക് വരുന്നതെന്നുള്ള രീതിയിൽ വളരെ തല്ലിപ്പൊളിയാണ്. പൊതുവെ എല്ലാ കോച്ചും വളരെ മോശമായിട്ടായിരുന്നു, ഇന്ന് കുറേ ബെറ്ററാണ് അന്നത്തെ കാലത്ത്. അപ്പോൾ അതിന് മറുപടി അവർ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ ഏറ്റവും അധികം ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാരാണ് യാത്ര ചെയ്യുന്നത് ഒന്ന് പറഞ്ഞത്. അപ്പോൾ ഇവർ ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് എടുത്ത് യാത്ര മലയാളി. ഇതിന് വേറൊരു പിന്നെ ഇതിൻ്റെ കണക്ക് പ്രകാരം എന്താ പറയുന്നത് പറഞ്ഞാൽ സാർ, നോർത്തേൺ സൈഡിൽ ടിക്കറ്റ് എടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ അതിനൊരു റെക്കോർഡില്ല, ഒരു റെക്കോർഡും ഉണ്ടാവില്ല. അതിന് ആരും പരിശോധിക്കാനില്ല. ചില സമയം ഒന്നും എഴുതാണ്ടല്ലോ അങ്ങനെല്ലാം ഇങ്ങനെല്ലാം വിടുന്ന കേസായിരിക്കും. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഇങ്ങോട്ടേക്ക് കങ്കനാടി കഴിയുമ്പോഴത്തേക്ക് TT-മാർ ഭയങ്കര സ്ട്രിക്റ്റായി. നിങ്ങളോട് 10 രൂപ വാങ്ങുന്നുണ്ടെങ്കിൽ 10 രൂപക്ക് റെസീറ്റ് TT തരും. ഇത് എവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്? ബോർഡ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ റെക്കോർഡ്. അപ്പൊ ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രൈം ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ എല്ലാത്തിലും FIR ഇടും, മറ്റു സ്റ്റേറ്റുകളിലും അതിന്റെ കണക്ക് പറഞ്ഞു. കാരണം ബോംബെ ടിക്കറ്റ്ലെസ് ട്രാവൽ 100 ആള് ഇത്ര ഒരു 50,000, ഡൽഹി ഒരു 200 ആള് യാത്ര, അതിന്റെ ടിക്കറ്റ്ലെസ് 1,00,000. അങ്ങനെ വായിച്ച് കേരളത്തിലെത്തുമ്പം ഇത് ഹൈയാണ്. അത് 10 ലക്ഷം 20 ലക്ഷം ഒക്കെയാണ് നമ്മളെ കളക്ഷൻ അന്ന്. കാരണം ഇപ്പോൾ ഒരു TT സ്ക്വാഡിന്റെ ഒരു TTക്ക് ടാർഗറ്റ് കൊടുത്ത 3.5 ലക്ഷം രൂപയാണ്. ഇതെങ്ങനെ ഈ TT എങ്ങനെ പിരിച്ചെടുക്കണം അത് ചിന്തിക്കും. അപ്പൊ മറ്റു സ്റ്റേറ്റിലേക്ക് ഈ ടാർഗറ്റ് ഉണ്ടാവും. ടാർഗറ്റ് എല്ലായിടത്തും ഉണ്ട്. അച്ചീവ് ചെയ്യണമെന്ന് അച്ചീവ് ചെയ്തിട്ടില്ലേ നമ്മൾ ഇവിടുത്തെ. അതായത് നേരത്തെ തന്നെ പറഞ്ഞത്, അതായത് ഈ കേൾക്കാനുള്ള മനസ്സ് ഓഫീസർ കാണിക്കുന്നില്ല, നമ്മളിപ്പോഴുള്ള ഓഫീസർ. ഞാൻ തുറന്നു പറയുകയാണ്. ഇപ്പൊ ഞാനിപ്പോ ഏതായാലും ഇതുകൊണ്ടല്ല, പൊതുവെ ഞാനെല്ലാം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. നമുക്ക് തുറന്നു പറയാനുള്ള, അതായത് ബ്രിട്ടീഷ് രീതി ഒരു കേൾക്കാനുള്ള മനസ്സ് ഓഫീസർ. ഇപ്പൊ ഞാൻ പറയാം, മംഗലാപുരം നമ്മളെ TT-മാരെല്ലാം കഴിച്ചു കൂട്ടുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ റെസ്റ്റ് എടുക്കുന്നത്. ഈ ഉച്ചക്കൊക്കെ ഒരു പിന്നെ ബെഡെല്ലാം ഇങ്ങനെ എന്താണ് ജനറൽ ഹോസ്പിറ്റലിൽ ഇട്ടവരെയാണ്. ഒരു നമ്മളെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ കോട്ടും സൂട്ടും ഉണ്ട് എന്നല്ലാതെ മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല ഇവർക്ക്. വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ കാര്യങ്ങൾ. അതേസമയത്ത് ഇപ്പൊ ലോക്കോ പൈലറ്റ് ഇല്ല, ഞാൻ അങ്ങേരെ നിർത്തിയിട്ട് തന്നെ ചോദിക്കണമെന്ന് വെച്ചാൽ, അവർക്കാണെങ്കിൽ AC കോച്ചും അവരുടെ ഫുഡും എല്ലാം ഉണ്ടായിരിക്കും റണ്ണിങ് ബംഗ്ലാവിൽ. അതേ റണ്ണിങ് ബംഗ്ലാവിൽ TTക്ക് ഫുഡ് കൊടുക്കൂല. അപ്പൊ ഇവിടെ എല്ലാം സഹിച്ചിട്ടാണ് ഇവര് ഇതെല്ലാം അതിൽ ബോർഡിന്റെ 2018 ഒരു ബോർഡിന്റെ ഓർഡർ ഉണ്ട്, എന്റെ കയ്യിലുണ്ട് ഓർഡർ. അത് പ്രകാരം ലോക്കോ പൈലറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ ഇത് ഇവർക്കും കൊടുക്കണമെന്നുണ്ട്, പക്ഷെ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ വേറെയുണ്ട് TT-മാരുടെ ഭാഗത്തുള്ള. അതിന് പിന്നെ അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ TT-മാർ ഒരു വലിയ ധർണയൊക്കെ ഉണ്ടായിരുന്നു. സാർ കണ്ടിരുന്നില്ല, വലിയൊരു വാർത്താ പ്രാധാന്യം നേടിയ ഒരു ധർണയാണ്. ഇവരുടെ ഈ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പലതും ഇവർ സഹിക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാത്തിനു പുറമെ വണ്ടിയിലെത്തിക്കഴിഞ്ഞാൽ യാത്രക്കാരുടെ പരാതികൾ, ഇങ്ങനെയുള്ള ഇപ്പം സ്ലീപ്പർ ക്ലാസ്സിൽ 2nd ക്ലാസ് ടിക്കറ്റ് എടുത്തിട്ട് കയറുമ്പോൾ അവരെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഒരു ഭാഗത്ത്, അവർ ഇറങ്ങൂല എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടൽ. ഏകദേശം നമ്മളൊരു TT നഷ്ടപ്പെട്ടത് അങ്ങനെയാണ്, തള്ളിയിട്ട് കൊന്നു. ഇപ്പൊ ഞാൻ തന്നെ ഒരിക്കൽ മുമ്പ് പാലക്കാട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ തള്ളിയതായിരുന്നു. പക്ഷെ എനിക്ക് വണ്ടി പിടിക്കാൻ കിട്ടിയത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇതേപോലെ അയാൾ ഫുൾ പിന്നെ എന്താ പറയുക, ഒരു ബോധമില്ല അയാൾക്ക്. ഞാൻ ടിക്കറ്റിന് ചോദിച്ചതേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അതേ സ്ലീപ്പർ ക്ലാസ്സിൽ മെയിലിൽ വർക്ക് ചെയ്യുമ്പോൾ, ഞാൻ മെയിൽ വർക്ക് ചെയ്തിരുന്നു, ടിക്കറ്റ് ചോദിച്ചു, ആ സ്പോട്ടിൽ തന്നെ അയാൾ ഇങ്ങനെ പിടിച്ചിട്ട് എന്നെ തള്ളി. പക്ഷെ ഞാൻ ആ ഡോറിൻ്റെ അടുത്ത് തന്നെ എന്നിട്ടാണ് ചോദിച്ചത്, എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. അപ്പോൾ യാത്രക്കാർ എൻ്റെ കൈ പിടിച്ചത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടത്. ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ എപ്പോഴും നമ്മൾ നേരിടുന്നുണ്ട്.
എപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ കണ്ണൂരിൽ പുതിയ പ്രൊജക്ട് വരുന്നില്ലേ, നവീകരണം, അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ എന്താണ്? ഇടയ്ക്കൊരു സമരമൊക്കെ നടന്നിരുന്നല്ലോ. അത് അമൃത് പദ്ധതിയിൽപ്പെടുത്തിയിട്ട് ഇപ്പോൾ സ്റ്റേഷൻ വികസിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റു പദ്ധതി എന്തായെന്ന് അറിയില്ല. നിലവിൽ അത് പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പാനലായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരുകാർ തന്നെയാണ് അത് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഈ പറഞ്ഞതുപോലെ റെയിൽവേയുടെ വികസനത്തെ ശരിയായി ബാധിക്കും. കാരണം കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പോലെ പരിമിതമായ സ്ഥലം, നിലവിലുള്ള സ്ഥലം തന്നെ ഏകദേശം ഈ പെട്രോൾ ഇതിന്റെ ടാങ്കിന് പോയി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അവിടെ ഒരു ഏകദേശം 1.5-2 ഏക്കർ സ്ഥലമോളം അങ്ങനെ പോയി. ഇത് വരുമ്പോൾ സ്വാഭാവികമായി ഇനി ഭാവിയിൽ മൂന്നാമത്തെ ട്രാക്ക് വരുമ്പോഴും അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ട് പിന്നെ പ്ലാറ്റ്ഫോമിനകത്ത് അഡീഷണലി സംവിധാനം ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ആ പ്രൊജക്ട് ഒരു കൺഫ്യൂഷനിലാണ് ഉള്ളതെന്നും കേൾക്കുന്നുണ്ട്. ഏതായാലും അത് പരമാവധി ഒഴിവാക്കുന്നതാണ് കണ്ണൂരിന്റെ സ്റ്റേഷൻ വികസനത്തിന് ഏറ്റവും നല്ലത്. പക്ഷേ നിങ്ങൾ ട്രെയിനിലൊക്കെ സ്ഥിരം മാജിക് ഉണ്ടല്ലോ, കയ്യിൽ വല്ലതും ഉണ്ടോ ഒരു ഐറ്റം കാണിക്കാൻ? ഒരൊറ്റ ഐറ്റം തീരെയാണ്, സമയം തീർന്നു. ഒരൊറ്റ ചെറിയൊരു ഐറ്റം കൂടി, ഒരു TTRന്റെ ഒരു മാജിക് യാത്രക്കാർ ഒത്തിരി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കണ്ടിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പൊ 2 കർച്ചീഫ്, ഒരു യെല്ലോ. ഇതിന്റെ 2 സൈഡ് ഞാൻ കാണിക്കാം. എൻ്റെ കയ്യിലൊന്നുമില്ല. ഇതിലിങ്ങനെ ആക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആക്കി ഇതിങ്ങനെ ഒരു ഹോള് പോലെ ജസ്റ്റ് ഇവിടെ ഈ ബ്ലൂ കർച്ചീഫിന് അതിനുള്ളിലാക്കി. ഇപ്പൊ ഈ ബ്ലൂ കർച്ചീഫ് ഇവിടെ ഉള്ളത് ഇതിന്റെ ഉള്ളിലല്ലേ ഉള്ളത്? ബ്ലൂ കർച്ചീഫ് അറിയാകുമ്പോൾ 1, 2, 3 ബ്ലൂ കർച്ചീഫ് കാണുന്നില്ല, അത് പോയി. ഇപ്പൊ ഈ കയ്യിലില്ല, ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആക്കി വീണ്ടും ഞാൻ ഈ കയ്യിൽ ഇങ്ങനെ ദ്വാരം വരുന്നില്ലേ? ഓ വന്നു. അതെന്തായാലും പ്രേക്ഷകർ, നമ്മൾ വളരെ ശാന്തമായാണ് റെയിൽവേയുടെ വിഷയങ്ങൾ സാധാരണ നേർരേഖ ചർച്ചയിൽ വലിയ വാദപ്രതിവാദങ്ങളാണ്. ഇത് ജനപക്ഷത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം സംസാരിച്ചത്. മലബാറിനോട്, വടക്കേ മലബാറിനോട് റെയിൽവേ വലിയ അവഗണനയാണ് കാണിക്കുന്നതെന്ന്. ഏറ്റവും നല്ല ട്രാക്ക്, ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകാവുന്ന റെയിൽവേ ട്രാക്കുള്ള നമുക്ക് കൂടുതൽ ട്രെയിനുകളില്ല. യാത്രക്കാർക്ക് അൺലിമിറ്റഡ് ആയി ടിക്കറ്റ് കൊടുക്കും, പക്ഷേ അവരുടെ സഞ്ചാര സൗകര്യങ്ങൾ റെയിൽവേ ഉറപ്പുവരുത്തുന്നില്ല, നല്ല ഭക്ഷണം നൽകുന്നില്ല. ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന ഒരു ഡിവിഷനാണ് കേരളം. കാരണം കൃത്യമായി എല്ലാവരും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത് സത്യത്തിൽ കേരളത്തിലാണ്. അത് കഴിഞ്ഞ് വേറെ ഏതൊരു സ്റ്റേറ്റും ഉള്ളൂ. പക്ഷേ നമ്മളെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. നമ്മുടെ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് യാത്രക്കാർ ഏറ്റവും ആശ്രയിക്കുന്ന ഈ സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. അതിന് വലിയ ജനകീയമായ ഇടപെടലുകൾ അനിവാര്യമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നേർരേഖ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പങ്കെടുത്ത 2 പേർക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം. താങ്ക് യു.